അപ്പൊ ഗൈസ് ഇവര് ചോറൊക്കെ കൊണ്ടിട്ട് വന്നേക്കണേ. നല്ല പരിപ്പ് കറി, ചോറ്. ഹലോ ഗായ്സ്, അപ്പോൾ കാലത്ത് തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നൊരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും അത് ഫ്ലോപ്പ് ആവാറുണ്ട്. പകുതി എത്തുമ്പോൾ നമുക്ക് ബിസി കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് ഈയിടെയായിട്ട് വ്ളോഗുകളൊക്കെ വളരെ കുറവ് കേട്ടോ. ഇന്ന് പിന്നെ എടുക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉള്ളൊരു ദിവസമാണ്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇത്തിരി സന്തോഷമൊക്കെ തരേണ്ടതാണല്ലോ. അപ്പോൾ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഇത്തിരി വൈകിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് അത് വേറെ കാര്യം. അത് തലേദിവസം കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് കേട്ടോ എണീക്കാനായിട്ട് വൈകിയത്. അപ്പോൾ ഇട്ട ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിക്കാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് കേട്ടോ ഉണക്കാറ്. ഇവിടെ അങ്ങനെ വലിയ പൊടി കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഉണക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ജസ്റ്റ് ഞാനും ഏട്ടനും കൂടിയിട്ട് ഞാൻ പറഞ്ഞോളൂ സ്ഥലം മേടിച്ചിട്ടുണ്ടെന്ന്. അപ്പം അങ്ങോട്ടൊന്ന് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവർ അച്ഛനും അമ്മയാണ് ഹെൽപ്പൊക്കെ ചെയ്യണത്. അപ്പോൾ ചെറിയ പണികളൊക്കെ അവർക്ക് അറിയാലോ. എൻ്റെ വീട് ഫുൾ പണിതത് അവരാണ്, അടക്കളത്തൂരത്തെ വീട്. അപ്പോൾ അമ്മ അച്ഛനെല്ലാം ചെയ്താരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് അവർ ആദ്യമായിട്ട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ വരെ ഒന്ന് പോവാണ്ടിരിക്കുന്നത് ശരിയില്ലല്ലോ. അച്ഛനും പറഞ്ഞു ഇത്രയും ദൂരത്തുനിന്ന് വന്നില്ലെങ്കിലും വിഷമമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാലും സാഗരേട്ടനെ അവിടെ പോവാണ്ട് ഒരു സമാധാനമില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒന്ന് പോയിട്ട് ഓടി വരാമെന്ന്. കാരണം എനിക്ക് വന്നിട്ട് കുറേ വീഡിയോസ് എടുക്കാൻ, എഡിറ്റ് ചെയ്യാൻ, റിപ്ലൈ കൊടുക്കാൻ കുറേ പണിയുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഒന്ന് പോയിട്ട് വേഗം ഒന്ന് ഓടി വരണം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആവട്ടെ ഏട്ടാ. അപ്പോൾ ഗൈസ് ഞാനൊന്ന് റെഡി ആവാൻ കേട്ടോ. ഒത്തിരി പഴയ ഡ്രസ്സാണ് ഇടുന്നത്. ഈ ഡ്രസ്സ് ഞാനേ തൃശ്ശൂർക്ക് വേണ്ടി മെറ്റീരിയൽ എടുത്തതാണ്. എന്നിട്ട് ഡിസിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പേജിലേക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നതാട്ടോ. കല്യാണത്തിൻ്റെ സമയത്താണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിലേക്ക് പോയപ്പോൾ പൊട്ട് മേടിച്ചതാണ്. ഈ ഒരു പൊട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല. ഞാൻ അത് വാങ്ങി. ബ്ലാക്ക് പൊട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്കും ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് മെറൂണില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, അതുകൊണ്ട് എങ്ങനെ പോണേ. പിന്നെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു അത്തിമരത്തിൻ്റെ ചെടിയാട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാലത്ത്. അപ്പോൾ അമ്മമ്മക്ക് ഇങ്ങനെ ചായ കുടിച്ച് ഞങ്ങളൊക്കെ ഇങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നായിരിക്കും വീഡിയോ എടുക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവണത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പോവാൻ നിൽക്കുകയാണ്. എങ്ങോട്ടാ പോണേ? ചെടിയൊക്കെ തൂക്കി പിടിച്ച് നമ്മുടെ പുതിയ സ്ഥലത്തിലേക്ക് പോവാ. ഇത് ഏത് മരാ? ഇത് അത്തി. അത്തി. ഇപ്പൊ എന്തിനാ അത്തി വെക്കണേ? അത്തിപ്പഴം തിന്നെ പറയേ തണല് കിട്ടാൻ വേണ്ടിട്ട്. ആ അവിടെ നല്ല വെയിലല്ലേ. അപ്പൊ അവിടെ ജസ്റ്റ് തണല് ഒരു കൊല്ലത്തിനുള്ളിൽ വലുതാവൂലോ. അതെ. ഒരു തൈ നടാം. ഓക്കെ, പാട്ടൊക്കെ പാടുണ്ട്. പോയിട്ട് വരാല്ലേ. ടാറ്റ പറയും. ടാറ്റ. ഞാൻ അവിടെ തിരി കാണാം. അപ്പൊ ഞങ്ങള് വിജയുടെ പറമ്പിൽ വന്നിട്ട് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള കേട്ടയർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കുഴിയൊക്കെ വട്ടം വെച്ച് വരണുള്ളൂ. അപ്പൊ അത് കാണിച്ചു കൊടുത്ത് പച്ചനാണ് കുത്തുന്നത്. ഞാൻ മണ്ണ് കൊരിയതാണ്. ഷീറ്റൊക്കെ ഇട്ടാ? ഷീറ്റൊക്കെ ഇട്ടു. അതെ. അമ്പടാ. അപ്പൊ അങ്ങനെ ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് നിക്കണേ. പാടത്തെ കാറ്റിങ്ങനെ ഫാനോ. ഇത് അച്ഛനൊരു ക്യാപ്പ് മേടിച്ചതാട്ടാ. ഇതെനിക്ക് പറമ്പിൽ നിൽക്കാൻ വേണ്ടിട്ട്. നിങ്ങൾക്കല്ലേ ഇത് അച്ഛന്? അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് ഒരു വിശ്രമാവും ചെയ്യും. അല്ല തടിയൊന്ന് കുറയും ചെയ്യും. അപ്പൊ ഞങ്ങൾ പറമ്പിലേക്ക് ഇങ്ങോട്ട് കയറിയതാണ്. അവിടുത്തെ വീട്ടിലെ കിണറ് ഞങ്ങൾ തന്നെ കുത്തിയത്. അപ്പൊ ഈ കിണറ് നല്ല അടിപൊളിയാക്കി കുത്താന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെ അപ്പൊ വിജയസാഗർ ഇപ്പത് ഞങ്ങള് മുതലാളിമാരൊക്കെ എത്തിയാണ് ഇവിടെ അറിയാൻ വേണ്ടി.
പിന്നെ ഇതേ കുറച്ച് മണ്ണൊക്കെ കോരി ഇടാണ്ടായിരുന്നു. അപ്പോൾ സാഗരേട്ടൻ കുറച്ച് നേരം അമ്മേനൊക്കെ സഹായിച്ചു. പിന്നെ ഇത് ഒരു 5 മിനിറ്റ് ഇരിക്കുകയാണ്, ഇനി മണ്ണൊക്കെ കുഴിച്ചിട്ട് എടുത്തിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ കുറച്ച് നേരം വിശ്രമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ പറമ്പിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു പറമ്പുണ്ട് കേട്ടോ. അവിടെ വന്ന് നിൽക്കണം. അവിടെ ജാതിക്കൊക്കെ ഉണ്ട്. ജാതിക്ക നിൽക്കണം വേണ്ട, ജാതിക്കൊക്കെ ഉണ്ട്. ഞാൻ പൊട്ടിക്കണമൊന്നുമില്ല, ജസ്റ്റ് ഞാനിവിടെ നല്ലൊരു തണൽ കണ്ടപ്പോൾ ഇങ്ങോട്ട് കയറിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ ഞാൻ വിചാരിച്ചുള്ളൂ ടാർപ്പായൊക്കെ ഇട്ടുണ്ടാകുമെന്ന് വിചാരിച്ചുള്ളൂ. അതേപോലെ അച്ഛനമ്മയും കൂടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു ടാർപ്പായൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടാർപ്പായൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ടാർപ്പായ ഇട്ടത് കാണുമ്പോൾ എന്താ ഓർമ്മ വരണമെന്നറിയോ? ഏട്ടനറിയോ എന്താന്ന്? പണ്ട് നിങ്ങളെ വീട് പണിയുമ്പോൾ ഞങ്ങൾ ഇരുത്തിയിട്ട് ആദ്യമൊക്കെ ഞാൻ ചെറിയൊരു കുഞ്ഞൊരു ഇത് പറയാട്ടോ. ആദ്യമൊക്കെ എൻ്റെ വീട് പണി നടക്കുന്ന സമയത്ത്, എൻ്റെ വീട്ടിൻ്റെ അടുക്കത്തൊട്ട് വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് നല്ല വെയിൽ, ഇതേപോലെ പാട സൈഡല്ലേ, നല്ല വെയിൽ, ഒരു തണലും ഉണ്ടാവില്ല. ആ സമയത്ത് എൻ്റെ അച്ഛനമ്മ എന്താ ചെയ്യാന്നറിയോ? ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്കാക്കില്ല. അന്ന് വാടകയ്ക്കല്ല ഞങ്ങൾ താമസിക്കുന്നത്, വീട്ടിൽ ഒറ്റയ്ക്കാക്കില്ല എന്നെ ചേച്ചീനും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുക, അച്ഛൻ ഇതേപോലെ ടാർപ്പായി മേടിച്ചിട്ട് ഇങ്ങനെ പുര പോലെയില്ലേ അങ്ങനെ കെട്ടിവരും. അതിൻ്റെ അടിയിലൊക്കെ വൃത്തി വെടുപ്പാക്കി അതിൻ്റെ അടിയിൽ തന്നെ ചായ കുടിക്കല്, ചോറുണ്ണല്, പഠിക്കല്, ഉറങ്ങല് ഒക്കെ ശനി ഞായർ ദിവസമൊക്കെ. അച്ഛൻ എല്ലാ ദിവസങ്ങളും അവിടെ പണി തന്നെയല്ലേ, അച്ഛനമ്മയും കൂടിയിട്ട്. അപ്പം ഞങ്ങൾ ശനി ഞായറാകുമ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തില്ല, അവിടെ പോയിട്ട് ഫുൾ ഉറങ്ങല്, ഭക്ഷണം കഴിക്കല്, ഇതൊക്കെ നല്ലൊരു രസമായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ പറമ്പിൽ തൊട്ടപ്പുറത്ത് ഇതേപോലെ ഒരു ജാതിക്ക മരം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ജാതിക്കയുടെ അടിയിലൊക്കെ വന്ന് ഞങ്ങൾ ഇരുന്ന് പഠിക്കും. അങ്ങനെ നല്ല രസമായിരുന്നു. നല്ല കാറ്റ് കാരണം കേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങളൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. പിന്നെയുള്ള വീഡിയോസിൽ ആ മൈക്കും കൂടി ഉണ്ടാവും കേട്ടോ. അവർ നല്ല പണിയിലാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത് വരണ്ടാന്ന് പറഞ്ഞതാണ്, കാരണം നല്ല പണിയുണ്ടാവും അവിടെ വീട്ടിൽ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അച്ഛനമ്മ. എന്നാലും നമ്മൾ ഇവരിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണ കാണുമ്പോൾ ഒരു സമാധാനം ഇല്ല. അപ്പം അതുകൊണ്ട് ഓടി വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് സഹായിച്ചു. കുറച്ച് കഴിയുമ്പോൾ പോവും അങ്ങനെ. പിന്നെ കുറച്ച് പേര് വിചാരിക്കുമായിരിക്കും എന്തിനാ ഇങ്ങനെ അച്ഛനമ്മേനെ കൊണ്ട് പണിയെടുപ്പിക്കണേന്ന്. അവർക്ക് സമാധാനം ഇല്ലാത്ത ഞങ്ങൾ പോയി ചെയ്തോളാം, ഒക്കെ ഞങ്ങൾ തന്നെ പോയി ഒറ്റയ്ക്ക് ചെയ്തോളാന്ന് അവർ പറഞ്ഞിട്ടാണ് കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമില്ല. അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് വെറുതെ ഇരിക്കും ഇഷ്ടമല്ല. അച്ഛനമ്മയ്ക്കായാലും ഇങ്ങനെ വെറുതെ ഇരിക്കും ഇഷ്ടമല്ല, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കണം. അപ്പം അത് അവരതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിണർ കുത്തലാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് വായിക്കുന്നത്. മെല്ലെ 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 ഓരോന്ന് ചെയ്തു പോകാനാണ്. പണിക്ക് കഴിഞ്ഞാ? അതെ, ഫസ്റ്റ് ഡേ ആണല്ലേ എന്ന്. അങ്ങനെ നമ്മൾ പ്ലാനൊക്കെ, അച്ഛൻ പ്ലാനൊക്കെ വരയ്ക്കുന്ന ആളാണ് കേട്ടോ. അപ്പൊ എന്നിട്ട് എന്ത് വീഡിയോ ഇടുമ്പോ അല്ലേ? അപ്പൊ അച്ഛൻ പ്ലാനൊക്കെ വരയ്ക്കുന്നതാണ്. എന്റെ വീടിന്റെ പ്ലാനൊക്കെ അച്ഛൻ തന്നെ വരച്ചത്, കുറ്റടിച്ചതും തറ മാതിയത് ഹിറ്റാച്ച് വെച്ചിട്ടാന്ന് തറ ഒറ്റയ്ക്ക് വെച്ചാണ്. പിന്നെ വീട് പണി A to Z അച്ഛൻ തന്നെയായിരുന്നു. അമ്മ വാർപ്പ് വരെ എത്തിച്ചത് അച്ഛനാന്ന് പറഞ്ഞത്. അപ്പൊ ആള് തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അച്ഛന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്ക് പോകുമ്പോഴേ കാലത്ത് പണിക്ക് പോകും, പണി കഴിഞ്ഞ് വരും. ഒരു 6 മണി 7 മണിയാകുമ്പോൾ 6 മണി 7 മണിയാകുമ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ പിന്നെ പറമ്പിലേക്ക് പോരും. അച്ഛൻ ഒറ്റയ്ക്ക് ബൈക്കുമ്പോൾ പറമ്പിലേക്ക് വരും. പറമ്പിലേക്ക് പോരാന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം അല്ലാട്ടാ, കുറേ ദൂരമുണ്ട്. ആ ദൂരത്തു നിന്നാണ് വരെ രാത്രി. എന്നിട്ട് അവിടെ കറണ്ടും ഇല്ലല്ലോ, ഇത്രയും വലിയൊരു കാട് പോലത്തെ സ്ഥലത്ത് ഞങ്ങളുടെ വീട് ഒറ്റയ്ക്ക് അവിടെ. എന്നിട്ട് ബൈക്കിൽ നിന്ന് ബാറ്ററിയിൽ നിന്ന് ലൈറ്റ് എടുത്ത് ചെറിയൊരു LED ബൾബ് കത്തിച്ചിട്ടാണ് അച്ഛൻ ചെമ്മരൊക്കെ മുട്ടെത്തിച്ചത്, അതേപോലെ തന്നെ തേച്ചത് ഒക്കെ അങ്ങനെ. അപ്പം ഈ ഒരു വീടായപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനമ്മ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞപ്പോഴും അവർക്ക് ഭയങ്കര ഞങ്ങൾ ചെയ്തോളാം, ഒക്കെ ഞങ്ങൾ ചെയ്തോളാം, കിണറൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ചെയ്യണ്ട നമുക്കും പറയാൻ പറ്റില്ലല്ലോ. അമ്മയും വരാന്ന് പറഞ്ഞു. വെള്ളം കാണുമ്പോൾ സന്തോഷമല്ല, സ്വന്തമായി കിണർ കുടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട് സ്വന്തമായിട്ട് പണിയാന്ന് പറഞ്ഞാൽ സന്തോഷം. അത് എക്സൈറ്റ്മെന്റ് ഉണ്ട്, അത് ദിവസം വരാൻ വേണ്ടിയിട്ട്. അതെ, രസമായിരിക്കും. പിന്നെ നല്ല കാറ്റ് പറയണത് വേസ്റ്റ് ആകും. എന്ത് രസമുള്ള സ്ഥലം എന്നറിയത്, ഇതിനൊന്നും പോവാൻ തോന്നില്ല അതുപോലത്തെ ഒരു സ്ഥലം. ഏട്ടന് ഇങ്ങോട്ട് വരാൻ നല്ല ഇഷ്ടമാണ്. ഞാനവിടെ എന്തൊക്കെ പണിയിട്ടിട്ട് ഇങ്ങോട്ട് വന്നേക്കണേന്നറിയോ? നല്ലൊരു സ്ഥലമാണ്, ഇവിടെ വരണം അപ്പോഴാണ് അറിയാം. ഇവിടെ വീട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേര് ചോദിച്ചിരുന്നു കേട്ടോ, ഇത് പാട സൈഡായി കാരണം ഇത് പാടാണോന്ന്. പാടല്ല, ഞാൻ ആ വീഡിയോയിൽ പറയണ്ട. എന്നാലും കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇത് പാടല്ല
പാടം പറമ്പാക്കിയതാണ് കേട്ടോ. പറമ്പാക്കിയിട്ടുള്ളതാണ് ഓൾറെഡി. പിന്നെ ഞങ്ങളുടെ കാര്യം വന്നപ്പോൾ അച്ഛനമ്മ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ചെയ്യണത്. പിന്നെ അച്ഛന് കുറേ വീടുകൾ പണിതിട്ട് പരിചയമുള്ള കാരണം എല്ലാം ഒറ്റയ്ക്ക് വീട് കോൺട്രാക്ട് ചെയ്തിരുന്നതാണ്. നല്ല അറിവും കാര്യങ്ങളൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ പറ്റിയായിട്ട് അറിയാം. നല്ല കാറ്റ്, അടിപൊളി കാറ്റ്. അങ്ങോട്ട് നോക്കി കാണാം കാറ്റിന്. നല്ല ഇവര് ചോറൊക്കെ കൊണ്ടിട്ട് വന്നേക്കണേ. നല്ല പരിപ്പ് കറി ചോറ് സെറ്റാക്കിട്ടാ കൊണ്ടുവന്നേക്കണത്. ഇനി ഇവരിവിടെ ഇരുന്നിട്ട് ചോറുണ്ണും. അച്ചാറിട്ടോ. അങ്ങനെ എന്റെ മക്കളെ ഞങ്ങളിവിടെ ചോറിനാണ് കേട്ടോ. അറിയാതെയാണ് വന്നത്, അല്ലെങ്കിൽ ഞാൻ വിജിക്കുള്ള ചോറ് കൈ പിടിച്ചേനെ. വിജിക്ക് സാധാരണ ഞങ്ങൾ ഇതിന് ഷെയറിട്ടുണ്ടോ? അപ്പൊ ഞങ്ങളിപ്പോ ഷെയറിലാണ്. നാളെ തൊട്ട് ഷെയറല്ല കേട്ടോ, എല്ലാവർക്കും ഒരുമിച്ച് മതി മതി. ഞങ്ങളിതാ ചോറൊക്കെ കൊണ്ട് കൈക്കാലൊക്കെ കഴുകി ഇതാ തിരിച്ച് വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. ഒരു 2 മണിക്ക് ഇതേ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്തൊക്കെയാണ് അവിടെ, അച്ഛൻ കുറച്ച് നേരം കിടക്കായിരുന്നു. അപ്പോൾ ഏട്ടൻ എന്തൊക്കെയാണ് അവിടെ ചെയ്യണ്ടായിരുന്നു. ഞങ്ങളുടെ വിചാരം നല്ല ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, എടുത്ത് പിടിച്ചിട്ടല്ലേ ഫോൺ വിളിച്ച് സംസാരിക്കണേന്ന്. പക്ഷെ ഒന്നും കേൾക്കണില്ലേ. അപ്പം ഞങ്ങൾ കൊറിയർ കൊടുക്കാനാണ് പോണേന്നാണ് പറയണത് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ചോറുണ്ട് കേട്ടോ. അപ്പൊ അമ്മ അച്ഛനും നിർബന്ധിച്ചിട്ട് കുറച്ച് ചോറുണ്ട്. പ്രത്യേകിച്ച് അമ്മയുടെ പരിപ്പ് കറിയായിരുന്നു. പരിപ്പും തക്കാളിയും മുരിങ്ങയിലയും ഇട്ടിട്ടുള്ളത്. അപ്പോൾ അമ്മ പിന്നെ പറഞ്ഞ് നിർബന്ധിച്ചു. അപ്പം ഞങ്ങൾ കുറച്ച് ചോറ് അവിടെ നിന്നുണ്ടു. പിന്നെ ഇവിടെ നിന്ന് ചോറുണ്ടെങ്കിൽ ശരിയാവില്ല. അമ്മതാ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറിയൊക്കെ സെറ്റൊക്കെ ആക്കി വെക്കും. അപ്പോൾ ഇവിടെ നിന്ന് ചോറുണ്ടില്ലെങ്കിൽ അമ്മയ്ക്ക് പരാതിയോ. അപ്പോൾ ഇവിടത്തെയും പരാതി തീർക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു തുണ്ട് ചോറുണ്ടു. ഞങ്ങൾ കണ്ടുല്ലോ വീഡിയോയിൽ. പിന്നെ അത് അവിടെ നിന്ന് ചോറുണ്ട്. എൻ്റെ ചോറുണ്ടൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുറച്ച് മാതള നാരങ്ങ, ഞങ്ങൾ രണ്ടുപേരുടെ ഫേവറേറ്റാണ് മാതള നാരങ്ങ. അത് ചോറിനേക്കാൾ മുമ്പ് കുറച്ച് അത് കഴിച്ചു. ഇടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതല്ലേ, നല്ല ചൂടല്ലേ. അപ്പോൾ മാതള നാരങ്ങയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ കഴിക്കേണ്ടത്. ചോറിൻ്റെ കഴിഞ്ഞപ്പോൾ കുറച്ച് മാതള നാരങ്ങ എടുത്ത് കഴിക്കാമെന്ന് വെച്ചു. ഞങ്ങൾ സൂറത്തിലേക്ക് പോയപ്പോൾ കുറച്ച് തുണികളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ അവിടെ ഫാബ്രിക്കിൻ്റെ മെയിൻ സ്ഥലമാണ്. അപ്പോൾ അവിടെ റേറ്റ് കുറച്ച് കിട്ടുന്നതൊക്കെ നമുക്ക് പറഞ്ഞ ഇതിൽ നമ്മൾ അങ്ങനെയൊക്കെ പോയത്. പിന്നെ അവർക്ക് കാണുമ്പോഴേ അറിയാലോ മലയാളികളാണ്, ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നോർമലി തൃശ്ശൂരിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും കൂടുതൽ റേറ്റാണ് അവർ പറയണത്. അത് വേറെ കാര്യം. പിന്നെ നമുക്ക് അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്ത് നിൽക്കാനൊന്നും അധികം പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം സംസാരിച്ചില്ല. കിട്ടിയത് കുറച്ച് ഡിസൈൻ എടുത്ത് നമ്മൾ പോകുന്നു കേട്ടോ അങ്ങോട്ട്. അപ്പോൾ സൂറത്ത് നിന്ന് കൊറിയർ അയക്കാണല്ലോ ചെയ്തത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അതാ കുറച്ച് തുണികൾ ഇങ്ങനെ സാധാരണ ഇങ്ങനെ അവർ നല്ല ലെയറായിട്ട് മടക്കി തരാറുണ്ട്. ഒരെണ്ണം മാത്രമേ അതിൻ്റെ കെട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മടക്കി വയ്ക്കാമെന്ന്. അപ്പോൾ ഞാനതൊക്കെ ഒതുക്കി വയ്ക്കായിരുന്നു. പിന്നെ നിദേശ വിശേഷങ്ങളൊക്കെ പറയണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാനിങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഔട്ട് കേക്കിലൊക്കെ കഴിഞ്ഞു. ഇനി നേരേക്ക് വീഡിയോസ് എടുക്കാനാണുള്ളത്. അതൊക്കെ പിന്നെ ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തണില്ല. അപ്പോൾ ഇതാ അമ്മാമക്ക് വന്നിട്ട് പോവാൻ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ, സീ യു.